ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമയോട് പാട്ട് പാടാൻ പറയുകയാണ് വർമ്മ. ഇത് കേട്ട് പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് ഐശ്വര്യയും അരുന്ധതിയും വിസ്മയും. ഐശ്വര്യ, ഇന്ന് ഏപ്രിൽ 1 ഇവരിങ്ങനെ ഓരോ മണ്ടത്തരമൊക്കെ വിളിച്ചു പറയാൻ എന്ന് വസുന്ധര പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഇനി എന്താണെങ്കിലും പാട്ടൊന്നും വേണ്ടമ്മേ, വിസ്മയ്ക്ക് വയ്യാത്തതല്ലേ, അവർ പോയിക്കോട്ടെ, നമുക്ക് ഫംഗ്ഷൻ തുടങ്ങാം. ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്താണെങ്കിലും ഇവള് പാട്ടുപാടുമെന്നല്ലേ പറഞ്ഞത്, ഇവളുടെ പാട്ടോടുകൂടി തന്നെ ഫംഗ്ഷൻ തുടങ്ങിയാൽ മതി. എന്താ വെല്ലുവിളിയാണോ എന്ന് അഖില ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, ഇവള് ശ്യാമ പാടണം, ഇല്ലാതെ ഞാൻ ഇവളെ വിടില്ല. തുടർന്ന് അഖിലും വർമ്മയും കൂടി ശ്യാമയോട് പാടാൻ പറയുകയാണ്. അതേസമയം വാസുദേവനും ദേവകിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. ദേവകി ശ്യാമയോട് പാടിക്കൊള്ളാൻ പറയുമ്പോൾ ശ്യാമ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ദേവകിയെ കെട്ടിപ്പിടിക്കുകയാണ്. അതേസമയം ഇതെല്ലാം കണ്ട് പേടിയോടെ നിൽക്കുകയാണ് വിസ്മയ. മോളെ, അമ്മയ്ക്കൊന്നുമില്ല, മോള് ചെന്ന് പാടാൻ വാസുദേവനും പറയുമ്പോൾ ശ്യാമ അഖിലിന്റെയും വർമ്മയുടെയും അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വർമ്മ സന്തോഷത്തോടെ ശ്യാമയ്ക്ക് മൈക്കെടുത്ത് നൽകുമ്പോൾ ശ്യാമ പാട്ട് പാടുകയാണ്. ശ്യാമ പാടുന്നത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധരയും ഐശ്വര്യയും ഒക്കെ. അങ്ങനെ ശ്യാമ പാടിക്കഴിയുമ്പോൾ എല്ലാവരുടെയും ഒപ്പം വസുന്ധരയും കൈയടിക്കുന്നു. പെട്ടെന്ന് തന്നെ തൻ്റെ കൈ താഴ്ത്തിയിടുകയാണ് വസുന്ധര. അതേസമയം ഇതൊന്നും കണ്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് വസുന്ധര. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ കാറിലിരിക്കുന്ന വിസ്മയെയാണ്. വിഷമിക്കാതെ മോളെ, ഒന്നുമില്ല, മോളിങ്ങനെ ടെൻഷൻ അടിക്കണ്ടെന്ന് അരുന്ധതി പറയുമ്പോൾ നമുക്കിവിടുന്ന് പോകാം മമ്മിയെന്ന് അരുന്ധതിയോട് വിസ്മയ പറയുന്നു. എന്താണെങ്കിലും വരാനുള്ളത് വന്നു, ഇങ്ങനെ പേടിച്ചോടാനൊന്നും പറ്റില്ലല്ലോ, ഞാൻ പോയാ വസുന്ധരയെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ അമ്മ തിരിച്ചു വരുന്നതേ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടാകും. ആർക്കു മുമ്പിലും ഈ അരുന്ധതി തോറ്റുകൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി ആനന്ദ നിലയത്തിലേക്ക് ചെല്ലുന്നു. അതേസമയം എല്ലാവരും ശ്യാമയെ അഭിനന്ദിക്കുകയാണ്. എന്നാൽ വസുന്ധരയുടെ അടുത്തുനിന്ന് ഒരു സ്നേഹവാക്ക് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ശ്യാമ. അതേസമയം തന്നെയാണ് അരുന്ധതിയും അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് കാണിക്കുന്നത് വസുന്ധര ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. സത്യത്തിൽ നിന്റെ ആരാധികയാണ് ഞാൻ, പാട്ട് വളരെ നന്നായിട്ടുണ്ടായിരുന്നെന്ന് വസുന്ധര പറയുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാകുന്നു. അതേസമയം അരുന്ധതി വസുന്ധരയുടെ അടുത്തേക്ക് വരികയാണ്. എന്തായാലും വസുന്ധര ശ്യാമയെ അഭിനന്ദിച്ചല്ലോ, അതിന് ഞാൻ നന്ദി പറയുന്നു. കുഞ്ഞുനാൾ മുതൽ ശ്യാമയെയും വിസ്മയെയും സംഗീതം പഠിപ്പിച്ചത് ഞാനാണ്. അറിയാലോ, ശ്യാമയുടെ വീട്ടില് വലിയ കഷ്ടപ്പാടും ദുരിതവുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ട്യൂഷൻ ഫീസ് പോലും ഞാൻ വാങ്ങിയിട്ടില്ല. വിസ്മയ പാടുമ്പോൾ കോറസ് പാടാനായി ഞാൻ ശ്യാമയെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ആരും അറിയാതെ ആ കുടുംബത്തിന്റെ ചിലവ് ഞാൻ ഇന്നും നോക്കുന്നുണ്ടെന്ന് അരുന്ധതി പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അഖിലും ശ്യാമയും. പിന്നെ ഇന്നിവിടെ ഒരു സംഭവം നടന്നിരുന്നു, അത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞാലേ വസുന്ധരയുടെ തൊലിയുരിഞ്ഞു പോകും. ശ്യാമയുടെ അമ്മ 15 പവൻ സ്വർണവും കുറെ പൈസയും മോഷ്ടിച്ച് ജയിലിലായിരുന്നു. അപ്പോൾ തന്നെ ശ്യാമ എന്നെ വിളിച്ചിരുന്നു. വസുന്ധരയുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ പുറത്ത് ഞാനാണ് ആ കേസ് പരിഹരിച്ചു കൊടുത്തത്. ശ്യാമ നാണക്കേട് കൊണ്ട് ഗസ്റ്റ് റൂമിൽ കയറിയിരിക്കുകയായിരുന്നു. എന്നിട്ട് എൻ്റെ മോൾക്കിപ്പോൾ പാടാൻ പറ്റാതെ വന്നപ്പോൾ പറയുന്ന കേട്ടില്ലേ, വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാണെന്ന്. എനിക്കറിയാം, വർമ്മസാറും അഖിൽമോനുമെല്ലാം നിരപരാധികളാ, അവരെല്ലാം ഈ ശ്യാമ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എൻ്റെ മോള് എല്ലാം കേട്ട് തകർന്നിരിക്കുകയാണ്. അവള് ആകെ വിഷമത്തിലാണ്. എനിക്കറിയാം, എൻ്റെ മോളുടെ ഉയർച്ചയില് ഒരുപാട് ശത്രുക്കള് ഞങ്ങൾക്കുണ്ടെന്ന്. പക്ഷേ ശ്യാമ, ഞാൻ എൻ്റെ മോളെ പോലെയാ ശ്യാമേനെ കണ്ടത്. പക്ഷേ അവള് എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലെന്നും അരുന്ധതി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് വസുന്ധര. ഇവർ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് ശ്യാമ പറയുമ്പോൾ വാസുദേവനും അതിനെ ശരിവെക്കുകയാണ്. വിസ്മയ്ക്ക് വേണ്ടി എൻ്റെ മോളെ കൊണ്ട് പാടിച്ച് ഞങ്ങളെ ഒരുപാട് ദ്രോഹിച്ചവരാ ഇവര്. വിസ്മയുടെ പേരിലിറങ്ങിയ ലേറ്റസ്റ്റ് ആയിട്ട് ആ ഹിറ്റായ പാട്ടുണ്ടല്ലോ, അത് പാടിയതും ശ്യാമ തന്നെയാണെന്ന് അഖിലും പറയുന്നു. തുടർന്ന് വർമ്മ പറയുകയാണ്, ശ്യാമ എല്ലാം തന്നെ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ശ്യാമയുടെ അമ്മയെ ഇവർ മനഃപൂർവ്വം കുരുക്കിലാക്കിയതാണ് ഇന്ന് ശ്യാമയെ കൊണ്ടിവിടെ പാടിപ്പിക്കാൻ വേണ്ടിയെന്ന് അഖിൽ പറയുന്നു. ആ തന്ത്രം അതാണിപ്പോ പൊളിച്ചടുക്കിയിരിക്കുന്നത്. ഒരുപാട് മ്യൂസിക് ഡയറക്ടർമാരും ആളുകളുമുള്ള സ്റ്റുഡിയോയില് എങ്ങനെ ശ്യാമ പാടിയെന്നാ നിങ്ങൾ ഈ പറയുന്നത് എന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ഇവരെന്നെ നിർബന്ധിച്ച് പർദ്ദ ഇടിയിച്ചാ പാടിച്ചത്. നിന്റെ കയ്യിലെന്താ തെളിവുണ്ടോ എന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ ശ്യാമ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. വർമ്മസാറോ അഖിലോ ശ്യാമ വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ കണ്ടിട്ടില്ലെന്നും മോള് ഞങ്ങളോട് സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും വർമ്മ പറയുന്നു. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ, എൻ്റെ മോള് വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് ഈ ശ്യാമയൊന്നുമല്ലെന്ന് അരുന്ധതി പറയുമ്പോൾ തൻ്റെ സത്യം തെളിയിക്കാനാകാത്ത വിഷമത്തിൽ നിൽക്കുകയാണ് ശ്യാമ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.